വെൽക്കം ടു നതാഷ ബ്ലോഗ്. അപ്പം നതാഷയുടെ ബ്ലോഗിന് ഞാനാണ് ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പൊന്നൂസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നേരെ പാർക്കിലേക്ക് വെച്ച് പിടിക്കുമോ പപ്പായിട്ട്. അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇതേ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. പൊന്നൂസിനെ കയറി ചെന്നിട്ട് ആകെ കൺഫ്യൂഷനാണ്, ഏതിന് കയറണം, ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. എന്തോ പപ്പാടെ കൂടെ നേരെ കയ്യെ പിടിച്ച് തിരിച്ച് പോന്നു. എന്താണോ പ്ലാൻ നോക്കാം. ആദ്യത്തെ റൈഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് ഇന്നിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിക്കൊടുത്ത് കയറുവാണ്. എൻ്റെ ഉള്ളിൽ നല്ല ബഹളമാണ്. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇത്. അങ്ങനെ ചാടി 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 ഇരിക്കുവാണ്. ഒത്തിരി ചാടിച്ചില്ല, ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വേഗം താഴെ ഇറക്കിയപ്പോഴേക്കും ഓടി അടുത്തതിൽ കയറിയിട്ടുണ്ട്. എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്. അതത്ര ഇഷ്ടപ്പെട്ടില്ല. അടുത്തതിലേക്ക് പോവുക. അടുത്ത സ്ലൈഡ് ഒരു ഇച്ചിരിയും കൂടി വലുതാണ്. ആളുടെ ഓട്ടത്തിൻ്റെ കൂടെ എത്തുന്നില്ല ക്യാമറയായിട്ട്. അങ്ങനെ കയറി അപ്പുറത്തെ സ്ലൈഡിലേക്കല്ല പോയി, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഗുഹയുടെ പോലെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇപ്പോൾ വരും. വന്ന് ആകെ കൺഫ്യൂഷനാണ് കൊച്ചിന്, ഏതിൽ കയറണം, എന്നതാ ചെയ്യേണ്ടതെന്ന്. പിന്നെ അങ്ങോട്ട് തന്നെ പോയി. നല്ല ക്ഷമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത്ര ക്ഷമയുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പുറത്തെ സ്ലൈഡിൽ കയറിയില്ലായിരുന്നു, അതാണ് രണ്ടാമതൊന്നും കൂടി കയറിയത്. കൊച്ചെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇറങ്ങുന്നുള്ളൂ. എന്നാലും കാശ് നഷ്ടം വരത്തില്ല. അവിടെ നിന്ന് അടുത്തയിലേക്ക് ചാടി ഓടി, നമ്മളെത്തത്തില്ല ബാക്കിൽ. ആള് പോയിക്കൊണ്ടേയിരിക്കുക. അടുത്തതും സ്ലൈഡിൽ തന്നെ കയറി. പൊന്നൂസിനെ കുറച്ച് കൂടുതൽ ഇഷ്ടം ഇതാ, സ്ലൈഡിൽ കയറാനാണ് താല്പര്യം. ഊഞ്ഞാൽ അങ്ങനെയൊന്നും വലിയ ഇതില്ല. അയ്യോ കാണുന്നില്ല, അതേ വരുന്നു. ഒരു ഹായ് തരാൻ പറഞ്ഞിട്ട് മൈൻഡും കൂടി ഇല്ലാതെ അങ്ങ് പോവുക. അങ്ങനെ ഓർന്നിറങ്ങുക. ഒന്നിൽ നിന്നൊന്നുമില്ല, ഞാനത് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ അടുത്ത റൈഡിലേക്ക് കയറി മുകളിലേക്ക് വെച്ച് പിടിച്ച് വിടുക. അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്തെ ചേട്ടൻ അങ്ങ് ഇറങ്ങുമോ താഴേക്ക്. അപ്പോൾ പിന്നെ പൊന്നുവിന് ഒറ്റയ്ക്ക് കയറാനൊരു താല്പര്യമില്ല. പൊന്നു അങ്ങ് ഇറങ്ങി. അങ്ങനെ പിന്നെയും പപ്പാടെ കൈ പിടിച്ചങ്ങ് നടക്കുമോ. ഇനി എവിടെയാണാവോ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ആദ്യം കുതിരേനെ കുതിരപ്പുറത്ത് തന്നെ കയറ്റാം അല്ലേ. അങ്ങനെ ടാറ്റയൊക്കെ തന്നതേ ആളിച്ചിരി എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമോ. അത് കയറിയപ്പോൾ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങോട്ട് ഇത്ര എന്നാലും കിസ്സൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ അതിൽ മതിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടി ഇറങ്ങി അടുത്തയിലേക്ക് പോയി. അത് പ്ലെയിനാണ്. അതിൽ 2 പിള്ളേർ വേറെ ഉണ്ടായിരുന്നു തോന്നുന്നു. 2 കുട്ടികളുണ്ട്. ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട്
അങ്ങ് പോവുക. അങ്ങനെ പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. ആൾക്ക് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പം തന്നെ പറയും മതി പപ്പാന്ന്. അതേ പറഞ്ഞില്ല. അടുത്ത ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനിൽ ഫസ്റ്റ് ടൈം അകത്തേക്ക് കയറുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ ട്രെയിൻ പോയി തുടങ്ങിയപ്പോഴേക്കും അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്ലോ ആയിരുന്നു. അത്ര വലിയൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ ആകെ ഒരു ഇഷ്ടപ്പെട്ട പരിപാടി ഇതേ ലൈറ്റ്സിലിങ്ങനെ തൊട്ട് പോവാറ്. അതങ്ങ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുന്നു. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തേക്ക് ബീച്ചിൽ പോകണം. പപ്പ ഓക്കെ പറഞ്ഞു. ഇന്ന് പൊന്നൂസിൻ്റെ ഡേയാണ്. പൊന്നൂസ് പറയുന്നിടത്തൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഐസ്ക്രീം. അപ്പോൾ പൊന്നൂന് ഐസ്ക്രീം വേണം. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു. ഒന്നൊരു ജാക്ക് ഫ്രൂട്ട് ഫ്ലേവറും ഒന്നൊരു മാംഗോ ഫ്ലേവറും വാങ്ങിച്ചു. പപ്പയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും തിന്നുകൊണ്ട് ബീച്ചിൽ ചെന്നു. വലിയ തിരക്കൊന്നുമില്ല, ശാന്തം, ഒത്തിരി ആളില്ല, എന്നാലും ആളുണ്ട്. നല്ല ക്ലൈമറ്റാണ്. ഈ ടൈമിൽ പോയിരിക്കാനും ഒക്കെ നല്ല സുഖമാണ്, നല്ല പ്രൈവസി ഉണ്ടാവും. അങ്ങനെ ഇരുന്നത് പപ്പായിട്ട് ആദ്യം സ്വന്തമായിട്ട് കളിച്ചു, പിന്നെ പപ്പായിട്ട് കളിച്ചു. അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അത്ര പിടുത്തമില്ലാത്ത പരിപാടിയാണ്, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരാം, അടുത്തവരെ റെഡിയാക്കാം. അങ്ങനെ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പോകുന്നത് പൊന്നൂൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലാണ്. എവിടെയാണെന്നായിരിക്കും അല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. നോക്കാം എവിടെയാണെന്ന്. അങ്ങനെ ദേ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പപ്പായുടെ കൂടെ പൊന്നും അങ്ങ് കയറിയിരിക്കുക. രണ്ടുപേരും കൂടി ദേ ഓടിച്ച് അങ്ങനെ KFCയിലെത്തി. പൊന്നുവിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് KFC. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും സോസും. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് പുള്ളി വിളിക്കുക എന്നെ മേളിലേക്ക് പോവാമെന്നും പറഞ്ഞിട്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് കയറി ചെന്നപ്പോഴേക്കും ആൾ നേരെ എത്തി അവിടെ. ഞാൻ നോക്കുമ്പോൾ ദേ മേളിൽ നിന്നിട്ട് വിളിക്കുക. അത് കഴിഞ്ഞ് ഇനി ഏത് സീറ്റിലിരിക്കണം എന്നുള്ള അതിൻ്റെ ഇടയിലൊന്ന് വീണായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇപ്പോൾ ചാടി എഴുന്നേറ്റു. അല്ലേ ആൾ കാണത്തില്ലേ. അങ്ങനെ സീറ്റ് നോക്കി അങ്ങനെ പൊന്നിന് ഇഷ്ടപ്പെട്ടടുത്ത് എത്തി. അപ്പോഴത്തേ പപ്പ ഫുഡൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ചിക്കൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടി ഇതേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതേ പപ്പ സോസൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കഴിച്ച് ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ വണ്ടി കയറി. വണ്ടിയിലിരുന്ന് തന്നെ ആളുറങ്ങിപ്പോയി. അങ്ങനെ പൊക്കി വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുമോ കേട്ടോ, കമൻറ്റ് ചെയ്യുമോ. അങ്ങനെ ഇഷ്ടപ്പെട്ടു, ചിക്കൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണ്, ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ എമ്മി. അപ്പോൾ എല്ലാവരും ഈ ഒരു ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.